ഇന്ന് ഗുരുവായൂരപ്പൻ്റെ തിരുമുറ്റത്ത് ഭക്തിയുടെ തിരയിളക്കായിരുന്നു. ഇന്ന് ഉച്ചപൂജയ്ക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിശേഷപ്പെട്ടൊരു രൂപത്തിലാണ് ദർശനം നൽകിയത്. ദുഷ്ടനിഗ്രഹത്തിനായിട്ടല്ല, മറിച്ച് ഭക്തരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് പ്രകൃതിയെ തന്നെ കുടയാക്കി മാറ്റിയ നമ്മുടെ ഗോവർദ്ധനഗിരിധാരി ഉണ്ണിക്കണ്ണനെയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. ഭക്ത മനസ്സുകളിൽ അനുഗ്രഹമഴ ചൊരിയുന്ന ആ കാരുണ്യ രൂപത്തെ നമുക്ക് ധ്യാനിക്കാം. കളഭാലങ്കാരത്താൽ തിളങ്ങുന്ന കണ്ണൻ്റെ ആ കോമള രൂപം, കുഞ്ഞിക്കാലുകളിൽ പൊന്തളകൾ കിലുങ്ങണ്ട്, അരയിൽ പട്ടുകോണകവും മുത്തുകളിങ്ങനെ കോർത്ത് വെച്ചിട്ടുള്ള കിങ്ങിണിയുണ്ട്, മാറിലാവട്ടെ മുല്ലമൊട്ടുമാലയുണ്ട്, മാങ്ങാമാലയുണ്ട്, പിന്നെ വേറൊരു വളയം പോലെയുള്ളൊരു നെക്ലസ് കൂടിയിട്ട് പ്രപഞ്ചനാഥൻ ഒരു കൊച്ചു പൈതലായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ലീലയാണ് ആ കാണുന്നത്. കൈവളകളും വളകളും അണിഞ്ഞിട്ടുണ്ട്. സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ നിൽക്കുന്നത്. ഏതൊരു ഭക്തൻ്റെയും മനസ്സ് നിറയ്ക്കാനുള്ള കാഴ്ച തന്നെയാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. കണ്ണൻ്റെ ഇടത് കൈയിൽ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭക്തരെ ഇന്ദ്രകോപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ പർവ്വതത്തെ ഒരു ചെറിയ കുട പോലെ പിടിച്ച് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച് ആ ഗ്രാമവാസികളെ മുഴുവൻ രക്ഷിച്ച ശ്രീകൃഷ്ണ ലീലയാണത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാവുന്ന പെരുമഴയിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത് ആ ഇടത് കൈ വിരൽത്തുമ്പിലാണ് എന്നുള്ളതാണ് കണ്ണ് കാണിച്ചു തരുന്നത്. അഹങ്കാരത്തെ കീഴടക്കി, ഇവിടെ ഇന്ദ്രൻ അഹങ്കാരമാണ്, അപ്പോൾ അഹങ്കാരത്തെ, നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരത്തെയൊക്കെ കീഴടക്കി ശരണാഗതരായ ഭക്തരെ ചേർത്ത് നിൽക്കുന്ന കരുണയുടെ പർവ്വതമാണ് ആ ദർശനം എന്ന് പറയുന്നത്. പർവ്വതം ഉയർത്തിപ്പിടിക്കുമ്പോഴും കണ്ണൻ തൻ്റെ കയ്യിലെ സംഗീതം മറക്കണില്ല. വലത് കയ്യിൽ പൊന്നോടക്കുഴലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അധരങ്ങളെ വിരിയുന്ന ആ മന്ദഹാസം ഒരു മായയാണ്, മധുരാണ്. സ്വർണഗോപിയും ചെവിപ്പൂക്കളും ഒക്കെ ആ തിരുമുഖത്തിന് മാറ്റുകൂട്ടുകയാണ്. ഭാരമേറിയ പർവ്വതം ചുമന്ന് നിൽക്കുമ്പോഴും ഉണ്ണിക്കണ്ണങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം എനിക്ക് നൽകൂ, ഞാനത് ലഘുവാക്കാം എന്ന് നമ്മളോട് പറയുകയാണ്. ആ കണ്ണുകളിലെ തിളക്കവും മുഖത്തെ പ്രസന്നതയും ഏതൊരു ദുഃഖത്തെയും മാറ്റാൻ പോകുന്നതാണ്. അതുതന്നെയാണ് നമ്മളോടും പറയുന്നത്. നമ്മളിങ്ങനെ വീർത്ത് കെട്ടി സങ്കടവും കൊണ്ട് ഭാരവും കൊണ്ട് ഇങ്ങനെ നടക്കണ്ട, നമ്മൾ പുഞ്ചിരിച്ച് അതിനെ നേരിടണം എന്ന് തന്നെയാണ് കണ്ണൻ പറയണത്. കണ്ണൻ്റെ തിരുമുടിയിൽ പൊൻകിരീടം ശോഭിക്കുന്നുണ്ട്. അതിനു മുകളിലായിട്ട് തെച്ചിപ്പൂവും നന്ദ്യാർവട്ട പൂക്കളും ചേർത്ത് കോർത്തിട്ടുള്ള തിരുമുടി മാലകൾ 3 ഉണ്ട്. കഴുത്തിൽ തുളസിയും തെച്ചിയും ചേർത്ത് ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്, വനമാലയായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്ത് ആ ദീപപ്രഭയിൽ പൂമാലകൾക്കിടയിൽ നമ്മുടെ ഗോവർദ്ധന പർവ്വതവും പിടിച്ചു നിൽക്കുന്ന ആ ഗോവർദ്ധനഗിരിധാരി ഉണ്ണിയെ കാണുന്നത് തന്നെ ജന്മപുണ്യാണ്. നമുക്കെല്ലാവർക്കും ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം. ഗോവർദ്ധനഗിരിധാരീനെ, ആ ഉണ്ണിയെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നീക്കി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ കാൽക്കല്ലിൽ നമുക്ക് വീഴാം. ഉണ്ണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്കെ നാമം ജപിക്കാം. നാരായണ 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 നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.